എന്താടി നിന്നോട് ഈ വീട്ടിലോട്ട് കാലുകുത്തരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നു? സോറി അച്ഛാ, ഇനിയിപ്പോ ഏതായാലും കാല് കുത്തിപ്പോയില്ലേ, ആ സ്ഥിതിക്ക് വച്ച കാല് മുന്നോട്ട് നീട്ടിയേ പറ്റൂ. നിക്കടിയോടെ. നിനക്കെന്താ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയോ? ഇവിടെ ഈ വീട്ടിൽ കയറി അവകാശം സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണോ നീ? അങ്ങനെ ചോദിക്ക് ശിവരാമേട്ടാ. അതെ, ശിവരാമകൃഷ്ണൻ സാറ് ഒരു പൊടിക്കടങ്ങ്. പറയട്ടെ, ഞാൻ തന്റെ അറിവോ സമ്മതമോ കൂടാതെ വിവാഹം കഴിച്ച മകൾ അഡ്വക്കേറ്റ് അഞ്ജലിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് സാർ ഈ വീട്ടിൽ ഒരു തിട്ടൂരം ഇറക്കിയതൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ കയറി അധികാരം സ്ഥാപിക്കാനോ കുടികിടപ്പ് അവകാശം ചോദിക്കാനോ ഒന്നും തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ സാറിനെ പോലെ അല്ല. കല്യാണം കഴിഞ്ഞെങ്കിലും ഞാൻ ഇപ്പോഴും ഒരു പ്രാക്ടീസിംഗ് ലോയറാണ്. ആ സ്ഥിതിക്ക് എന്റെ കുറച്ച് പണി സാധനങ്ങൾ ഈ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്. അതെന്തോന്നോ സാധനം? ആര്? കേസ് ഫയലിന്റെ കാര്യമായിരിക്കും അവൾ ഉദ്ദേശിക്കുന്നത്. വീട് എന്റേതല്ലെങ്കിലും എന്റെ പ്രൊഫഷണൽ ഐറ്റംസ് എന്റേത് മാത്രം. അത് ഈ വീട്ടിൽ നിന്നും എടുത്തിട്ടേ ഞാൻ പോവൂ. പ്ലീസ്. ഇവളിതെവിടെ പോന്നു? എന്തോ അവളുടെ വായിലിരിക്കുന്ന കേട്ടപ്പോ ഉണ്ടാക്കില്ല പിരി വെട്ടിപ്പോയോ?